രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുഴുവൻ അണിനിരന്നിട്ടുള്ള ഒരു പ്രതിഷേധം. ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി പോലും പിന്നീട് ജോയിൻ ചെയ്യേണ്ടി വന്നൊരു പ്രസ്ഥാനം. രാഷ്ട്രീയം ഉള്ളവനും ഇല്ലാത്തവരും ഈ ധർമ്മസമരത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട്. കാരണം ഇത് രാജ്യത്തെ തകർക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവിടെ രൂപീകരിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്തോ അതിന്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് BJP കമ്മീഷൻ ഓഫ് ഇന്ത്യയായിട്ട് അതപ്പതിച്ച് BJPക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട നാടകവും കളിക്കുന്ന സംവിധാനമായിട്ട് അവർ മാറി. രാഹുൽ ഗാന്ധി വെറൊരു ആരോപണം അല്ലല്ലോ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടേ? കാണിച്ചു കൊടുത്ത തെളിവുകൾ, ആ തെളിവുകൾക്ക് മറുപടി വേണ്ടേ? തൃശ്ശൂരിലടക്കം ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വീട്ടമ്മമാര് തന്നെ പറയുന്ന വിഷ്വൽസ് ഞാൻ കണ്ടു, നിങ്ങളുടെ വാർത്തയും കണ്ടു. വീട്ടമ്മമാര് തന്നെ പറയുന്ന വിഷ്വൽസ്, അവരുടെ വീട്ടിൽ അവരറിയാതെ വോട്ടുകൾ കയറിപ്പോയതിനെ പറ്റിയുള്ള പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അല്ലാതെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമായിരുന്നില്ല എന്ന് സന്ദേഹം പ്രകടിപ്പിച്ച ആളുകൾ, പലയിടത്തും വോട്ടെണ്ണലിൽ ബഹുദൂരം UPA-യുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇന്ത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അത് മണിക്കൂറുകളോളം നിർത്തിവെക്കുന്ന സാഹചര്യം, പിന്നെ അട്ടിമറികൾ നടക്കുന്ന സാഹചര്യം. അച്ഛന്റെ പേര് ABCDEFGH മുതൽ Z വരെ ഉള്ളത്, വീട്ടു നമ്പർ 0, ഒരേ ഫോട്ടോ, പല ബൂത്തുകളിൽ പേര്, ഇതൊക്കെ തെളിവ് സഹിതം കൊണ്ടുവന്നതല്ലേ? അതിന് മറുപടി മറുപടിയൊക്കെ കണ്ടായിരുന്നു. തീർത്തും അതായത് ഇത്തരം വാദങ്ങൾ തെറ്റാണ്, രേഖകളല്ല. അല്ല, BJP വക്താക്കൾക്ക് പോലും ഇത്രയും നാണംകെട്ട മറുപടി കൊടുക്കാൻ കഴിയില്ല. BJP വക്താക്കൾക്ക് പോലും തെളിവ് സഹിതമാണല്ലോ കാര്യങ്ങൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇതൊന്ന് ചർച്ച ചെയ്യുന്നതിനകത്ത് ഇവരെന്തിനാ ഭയപ്പെടുന്നത്? എന്താ ഗവൺമെന്റിനെ ഭയപ്പെടുത്തുന്നത്? എന്താ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെ പോകുന്നത്? പഴയ പോലെ അവർ പ്രഖ്യാപിച്ച പോലെ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവരുടെ ചാനലുകളും ദേശീയ ചാനലുകളും പ്രഖ്യാപിച്ച പോലെ 420 അവരിപ്പോ ഉള്ളത്. 420, 130 തമ്മിലുള്ള കളിയല്ല ഇന്ത്യൻ പാർലമെന്റിനകത്ത് നടക്കുന്നത്. ഏതാണ്ട് പകുതി അംഗങ്ങൾ, ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന പകുതി അംഗങ്ങൾ അവരാവശ്യപ്പെടുന്നു ഇതിനകത്ത് അന്വേഷണം വേണം, ചർച്ച വേണം, നടപടികൾ ഉണ്ടാവണമെന്ന്. ഒളിച്ചു കളിക്കുക ഗവൺമെന്റ്, പേടിച്ചോടുക ഗവൺമെന്റ്. എന്തായാലും രാഹുൽ ഗാന്ധി തിരികൊളുത്തിയത് ഇന്ത്യ മുഴുവൻ ആളി പടരുകയാണെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട.